നമുക്കെല്ലാവർക്കും മഴ ആസ്വദിക്കാനും മഴ കാണാനും ഒക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ മഴയെല്ലാം ആർട്ടിഫിഷ്യലായി പെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ അത് സത്യമാണ്. ഇന്ത്യയിൽ പെയ്യുന്ന മഴയില്ല, അങ്ങ് യു എയിൽ പെയ്യുന്ന മഴ, അതും ക്ലൗഡ് സീഡിങ്ങിലൂടെ. അല്ല, എന്താണ് ക്ലൗഡ് സീഡിങ്? എങ്ങനെ ക്ലൗഡ് സീഡിങ് ചെയ്യുന്നത്? വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കണ്ടന്റ് ആണ്. അപ്പം നേരെ വീട്ടിലേക്ക് പോവാം. യു എക്ക് ഈ ക്ലൗഡ് സീഡിങ് വളരെയധികം നേട്ടങ്ങളാണ് കൈവരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ നേട്ടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 2024 മാർച്ച് 18 എമിറേറ്റിന് ചുറ്റുമുള്ള വരണ്ട പ്രദേശത്തെ ജലക്ഷാമം ക്ലൗഡ് സീഡിങ്ങിലൂടെ യു എക്ക് കുറയ്ക്കാൻ സഹായിച്ചു. ഇത് യു എ വളരെ വലിയ നേട്ടമായാണ് ഇന്നും കാണുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, യു എ ഇത് ഇന്നും ഇന്നലും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. അങ്ങ് 1982 മുതൽ ക്ലൗഡ് സീഡിംഗ് യു എ പരീക്ഷിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ ഇത് പൂർണ്ണമായും അങ്ങ് വിജയിക്കണമെങ്കിൽ പല സ്ഥാപനങ്ങളുമായി യു എക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അല്ല, ഇത്ര നേരം ഇതിന്റെ നേട്ടവശങ്ങളെ പറ്റി പറഞ്ഞു. എന്നാൽ ഈ ക്ലൗഡ് സീഡിങ്ങിന് 1000 ദോഷവശങ്ങൾ കൂടിയുണ്ട്. ക്ലൗഡ് സീഡിംഗ് പ്രതികൂല പാരിസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതായത് സ്വാഭാവിക മഴയുടെ പാറ്റേണിൽ മാറ്റം വരുത്തുന്നതും ജലശാസ്ത്ര ചക്രത്തെ ബാധിക്കുന്നത് പോലുള്ളവ. എന്നാൽ ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒരു വിമാനത്തിൽ നിന്ന് സിൽവർ അയനൈഡിന്റെ ചെറിയ കണികകളെ വലിയ മേഘക്കൂട്ടങ്ങളിലേക്ക് ഇടും. സിൽവർ അയനൈഡ് മേഘക്കൂട്ടങ്ങളിലേക്ക് വിതറുമ്പോൾ അത് ഐസിന്റെ രൂപീകരണത്തിന് സഹായിക്കുന്നു. ജലത്തിന് ഘനീകരിക്കാൻ കൂടുതൽ ഉപരിതലങ്ങളിൽ ഇത് നിർമ്മിച്ചു കൊടുക്കുന്നത് കൊണ്ട് മഴ അല്ലെങ്കിൽ മഞ്ഞിന്റെ രൂപീകരണത്തിന് എളുപ്പം സഹായിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരു ക്ലൗഡ് സീഡിംഗ് ചെയ്യാൻ യു എ സർക്കാരിന് എത്ര രൂപയാണ് ചിലവ് വരുന്നതെന്ന് അറിയാമോ? ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ്. ഇതുപോലെ യു എ ഇന്ന് വരെ 648 ക്ലൗഡ് സീഡിംഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 13,15,44,000 രൂപയാണ് ക്ലൗഡ് സീഡിങ്ങിന് വേണ്ടി യു എ സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. എന്നാൽ വളരെ വിഷമകരമായ കാര്യം, ഇതിന്റെ പകുതി പൈസ പോലും യു എ സർക്കാരിന് ലാഭമായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ള ഗൈസ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തെങ്കിൽ മറക്കരുത് ഗൈസ്. ഇതുപോലുള്ള ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.